സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുരളിയാണെങ്കിൽ ദേവികയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട് തനിക്ക് ഈ ജോലിയിൽ നിന്നും യാതൊരു സന്തോഷവും അതുപോലെ സ്വാതന്ത്ര്യവും അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല എന്നും അതുകൊണ്ട് താൻ ഈ ജോലി വേണ്ടെന്ന് വെക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ദേവികയാണെങ്കിൽ എന്തുകൊണ്ടാണ് മുരളിയേട്ടന് ഇതിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്കത് പറയാൻ ഇപ്പോൾ താല്പര്യമില്ല, ഞാൻ പോകുന്നു എന്ന് പറയുകയാണ്. ഇല്ല, മുരളിയേട്ടൻ ഇത് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ദേവിക നിർബന്ധിക്കുന്നു. ശാരികയും ഈ സമയം മുരളി പറയുന്നുണ്ട്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ടുള്ള നന്ദനെയാണ് കാണാതെയായിരിക്കുന്നത്. അതിൽ ദേവികയ്ക്കെന്നല്ല മറ്റാർക്കും വലിയ ചൂടൊന്നും കാണുന്നില്ല. പക്ഷേ എനിക്കതിൽ വലിയ ദുഃഖമുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ കണ്ടുപിടിക്കാനായിട്ട് നാളെ തൊട്ട് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. അതിന് ഈ ജോലി ഒരു തടസ്സമാണ്. എനിക്ക് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് എൻ്റെ സുഹൃത്തിനെ കണ്ടുപിടിക്കണം. അതാണ് കാരണം. പിന്നെ ഞാനും നന്ദനും എന്ന് പറയുന്നത് അത്രയ്ക്കും ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു കാര്യവും ഇതുവരെ മറച്ചു പിടിച്ചിട്ടില്ല. എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു വിള്ളൽ വന്നു. അതിനി തുടർന്ന് പോവാനും യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല. എനിക്ക് എൻ്റെ നന്ദനെ കണ്ടുപിടിക്കണം. ദേവിക എന്ത് വിചാരിച്ചാലും വേണ്ടില്ല, എനിക്ക് ജോലി വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, മുരളിയേട്ടൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്നെ വിശ്വസിക്ക്, 100% ആത്മാർത്ഥയോടുകൂടി തന്നെയാണ് പറയുന്നത്. നന്ദുവിനെ നമ്മൾ കണ്ടുപിടിക്കും. ഹരിവക്കീൽ അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള വഴികളിലൂടെയാണ് പോയിരിക്കുന്നത്. സത്യം, ഞാനിത് ആണയിട്ട് പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ശാരികയാണെങ്കിൽ വേഗം തന്നെ കാറിന്റെ കീ വാങ്ങിയിട്ട് മുരളിയേട്ടന് മുന്നിൽ സത്യം ചെയ്യണം ചേച്ചിയും, മുരളിയേട്ടൻ നമ്മുടെ ഏട്ടനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ കീ അങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് ദേവിക പറയുന്നുണ്ട്, മുരളിയേട്ടൻ എൻ്റെ സ്വന്തം ഏട്ടനെ പോലെയാണ്. ആ ഏട്ടൻ അനിയത്തിക്ക് ഒരു പ്രതിസന്ധി ഘട്ടം വരുന്ന സമയത്ത് വിട്ടിട്ട് പോവാൻ തീരുമാനിച്ചത് ഒട്ടും ശരിയായില്ല. ദേവിക അത് പിന്നെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി അധികം സംസാരിക്കാൻ നിൽക്കണ്ട. ഗുഡ് നൈറ്റ് മുരളിയേട്ട. നാളെ രാവിലെ തന്നെ കാർ എടുത്ത് ഇങ്ങോട്ട് വന്നേക്കണം. അങ്ങനെ ദേവികയും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മുരളിയേട്ട നാളെ 1-2 സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. നാളെ പെട്ടെന്ന് വരണേ ഡ്രൈവറെ. ശരി മാഡം എന്നൊക്കെ പറഞ്ഞ് മുരളിയാണെങ്കിൽ ദേവികയോട് സന്തോഷത്തോടു കൂടി തന്നെ യാത്ര പറഞ്ഞ് പോവുകയാണ്. പിന്നീട് രജനിയാവട്ടെ എന്തൊക്കെയോ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഈ സമയം ഗിരിയുടെ അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന്. എനിക്ക് എങ്ങനെയാ അമ്മേ ഭക്ഷണം കഴിച്ചിറങ്ങുക? വീട്ടിലെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. നന്ദൻ്റെ ഡയറിയിലെ ആ കുറിപ്പ് കണ്ടതിന് ശേഷം എന്തോ എനിക്ക് അത്ര വലിയ മനസ്സമാധാനമൊന്നും കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ ഗിരി അങ്ങോട്ട് വരുന്നുണ്ട്. അതെ, ചില സന്ദർഭങ്ങളിൽ മനുഷ്യർ അങ്ങനെയൊക്കെ എഴുതി പോകും എന്ന് കരുതി അതിലും പിടിച്ചു തൂങ്ങി നിൽക്കണ്ട. നീ ചെന്ന് ഭക്ഷണം കഴിക്കുന്നു പറയുമ്പോൾ ഗിരി മിണ്ടിപ്പോവരുത്. എൻ്റെ അച്ഛനും പിന്നെ നന്ദൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് നടക്കുന്ന MLAക്കും ഗിരിക്കും യാതൊരു ചൂടും ഈ കേസിലില്ലെന്ന് പറയുകയാണ്. അത് പിന്നെ സിദ്ധാർത്ഥൻ സാറും പിന്നെ ഭാര്യയായിട്ടുള്ള ദേവിയൊക്കെ ഇത്ര വലിയ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഇരിക്കുമ്പോൾ പിന്നെ ഞാനെന്തിനെ പേടിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാലും അവൻ എന്തോ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കെന്തോ ആകെ ടെൻഷനാവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രജനിയാണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയാണ്. ഗിരിയാണെങ്കിൽ അവളത് പറയുന്നത് കേൾക്കുമ്പോൾ എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് മാധവനാണെങ്കിൽ പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടൽ. ശാരികയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്താ അമ്മേ, എന്ത് പറ്റി, എന്താ പെട്ടെന്ന് സംഭവിച്ച്? അത് ദേവിമോളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദേവികയും അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എന്താ അച്ഛാ, എന്താ പെട്ടെന്ന്? അമ്മേ എന്ത് പറ്റി? അത് നിന്നെയും നന്ദമോനെയും കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശാരിക പറയുന്നുണ്ട്, കണക്കായി പോയി. ഏത് സമയം നോക്കിയാലും ഒരു ദേവികയും അതുപോലെ ഒരു നന്ദമോനും. അച്ഛന് വല്ല ഭ്രാന്തുണ്ടോ? ചേച്ചിന്റെ വഴിക്ക് വിട്. അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ മോളുടെ ജീവിതമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് നാഥൻ ഇല്ലാതെയായി എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? നാഥൻ എന്ന് പറയുമ്പോൾ ഭർത്താവ് അല്ലേ? ചേച്ചിക്ക് ചേച്ചിയുടേതായിട്ടുള്ള വ്യക്തിത്വമില്ലേ? അതുപോലെ സ്വാതന്ത്ര്യമില്ലേ? ചേച്ചി ഇപ്പോൾ ഒരു MLA ആണ്, ഒരു നാടിനെ തന്നെ ഭരിക്കുന്നവൾ. പിന്നെ ചേച്ചിക്ക് എന്തിനാ നാഥൻ? ചേച്ചി ഒരു പെണ്ണാണെന്ന് കരുതിയിട്ട് പെണ്ണിന് നാഥൻ വേണമെന്നുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ശാരികയെ നീ ഒന്നും മിണ്ടാതിരിക്കേ. അച്ഛൻ ടെൻഷൻ അടിച്ചിട്ടല്ലേ? അച്ഛാ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. എന്നാലും നന്ദമോനെ കുറിച്ച് ഒന്നും അറിയാത്ത സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാ? അച്ഛാ, ഞാനൊരു കാര്യത്തിൽ ഉറപ്പ് തരാമെന്ന് പറഞ്ഞ് ദേവിക പറഞ്ഞു തുടങ്ങുകയാണ്. നന്ദുവിനെ എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടെത്തും. ഇത് വെറും വാക്കല്ല, ശരിയായ പാതയിലൂടെ തന്നെയാണ് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛനെ വിശ്വാസമല്ലേ, എന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ വാക്ക് കൊടുക്കുകയാണ്. മോളെ സത്യമാണോ? അതെ അച്ഛാ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ചേച്ചി എങ്ങനെയായിട്ട് വിഷമിപ്പിക്കല്ലേ രണ്ടാളും കൂടിയിട്ട്. ചേച്ചി ചില സമയത്ത് നുണ പറയുന്നതേ ഇതൊക്കെ കൊണ്ടാണെന്ന് പറയുമ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഇപ്പൊ ചേച്ചി പറഞ്ഞിട്ട് പോയില്ലേ നന്ദേട്ടൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ദേവികുമ്പോൾ കള്ളൊന്നും പറയില്ല. ആ എന്നാലേ ഇങ്ങനെ ദേവികമോളും നന്ദമോളും എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യം സ്വയം നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ നിന്നും ശാരി പോകുന്നു. അങ്ങനെ കെവിനാണെങ്കിൽ ചന്ദ്രവതി വെടിഞ്ഞ്, അതായത് ദേവിക്ക് ഒരു പണി കൊടുക്കണം എന്നുള്ള രീതിക്ക് പ്രഭാവതിയെ കാണാനായിട്ട് വരുന്നുണ്ട്. കോളിംബിൽ അടിക്കുന്നു. കെവിനോ കയറി വാ എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രവതി വീട്ടിലേക്ക് ഇനി ഇല്ലെന്ന് കരുതിയിട്ടായിരുന്നു ആൻറ്റി ഇരുന്നത്. പക്ഷെ വരാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു കാര്യം പറയാം, അന്ന് ഇസബലയെ ഇവിടെ നിന്നും അപമാനിച്ചിറക്കി വിട്ടത് ഒട്ടും ശരിയായില്ല. എനിക്കും ഇസബലയ്ക്കും നന്ദൻ കഴിഞ്ഞിട്ടേ മറ്റാരുമുള്ളൂ. പക്ഷേ നിങ്ങളന്ന് ചെയ്തത് ഇസബലയോട് വലിയ ക്രൂരതയായി പോയി. അവനോടൊപ്പം ഞങ്ങൾ നിന്നിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കെവിനിപ്പോൾ എന്തിനാ വന്ന് കുറ്റപ്പെടുത്താനാണോ
അല്ല ആൻറ്റി, നന്ദനെക്കുറിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇവിടെ നന്ദനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണെന്നറിയാം. പ്രത്യേകിച്ച് ആൻറ്റി. മറ്റാർക്കും വലിയ ചൂടില്ലെന്നും എനിക്കറിയാൻ സാധിച്ചു. എന്താ കെവിൻ, എന്താ നന്ദനെക്കുറിച്ച് അറിഞ്ഞ്? എന്താ പറയേ എന്ന് പറഞ്ഞുകൊണ്ട് ആവേശം കാണിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് നന്ദനും അറിയാം, ഓഫീസിൽ വെച്ച് നന്ദനെയും എന്നെയും അവൻ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. അവൻ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു. അവിടെ ആൾക്കൂട്ടത്തിൽ വെച്ച് തിരക്കിനിടയിൽ വെച്ച് നന്ദനെ പോലെ ഒരാളെ കണ്ടു. നന്ദനെ പോലെ ഒരാളല്ല, നന്ദൻ തന്നെയാണ്. പിന്നീട് അവൻ ഒന്ന് ചെന്ന് സംസാരിക്കാമെന്ന് നോക്കുമ്പോഴേക്കും നന്ദനെ കാണാതെയായിരിക്കുന്നു. അത് നന്ദൻ എന്തിനാ അങ്ങോട്ട് പോയിരിക്കുന്നത്? അറിയില്ല ആൻറ്റി. എന്തായാലും നന്ദൻ അവിടെ എവിടെയോ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. കൃത്യമായിട്ടുള്ള ആളെ തന്നെയായിരിക്കും അവൻ കണ്ടിട്ടുണ്ടാവുക. ആളെ മാറാൻ ചാൻസ് ഇല്ല. പിന്നെ ആൻറ്റിയോട് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ആൻറ്റി ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എന്താ മോനെ, എന്താ കാര്യം? അത് ഇടയ്ക്കിടയ്ക്ക് നന്ദൻ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ എനിക്കെന്തോ അങ്ങനെയൊക്കെ തോന്നുന്നു. കെവിൻ, നീ എന്തൊക്കെയാ പറയുന്നത്? ആൻറ്റി പേടിക്കാതെ ഇരിക്ക്. പിന്നെ ആൻറ്റിയെ ടെൻഷനാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഊർജിതമായിട്ട് അന്വേഷിക്കാനായിട്ട് ദേവികയോടും അതുപോലെ ആൻറ്റിയുടെ സിദ്ധാർത്ഥൻ സാറിനോടൊക്കെ പറയണം. അവർ വിചാരിച്ചാൽ അന്വേഷിച്ച് കണ്ടെത്താവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നന്ദനെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വെച്ച് കണ്ടത് ഞാൻ എന്തായാലും സിദ്ധുവിനെയും ദേവികയും അറിയിക്കുന്നുണ്ട്. എനിക്ക് അവിടേക്ക് പോകണം കെവിൻ. ആ സുഹൃത്തിനെ ഒന്ന് വിളിക്കാമോ? നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം. ആൻറ്റി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇക്കാര്യം അവരെ അറിയിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് കെവിൻ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ദേവികയാണെങ്കിൽ നമ്മുടെ പ്രഭാവതി ആണെങ്കിൽ ആകെ പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ടെൻഷൻ അടിച്ചിട്ട്. ശാരിക വീട്ടിലെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേവിയാണെങ്കിൽ എങ്ങോട്ടോ പാഞ്ഞു ഓടുന്നത് കാണുകയാണ്. ചേച്ചി, ഇത് എങ്ങോട്ടേ പോകുന്നത്? ദേവിയുടെ മുഖത്താണെങ്കിൽ ആകെ ടെൻഷനും. എന്താ ചേച്ചി, എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ ഞാൻ ഒരു സ്ഥലത്തേക്ക് അത്യാവശ്യമായിട്ടെന്നൊക്കെ പറയുമ്പോഴേക്കും രാധികയാണെങ്കിൽ തുണികൾ ഉണങ്ങിയിട്ടില്ല, മഴ പെയ്തു എന്നൊക്കെ പറഞ്ഞ് സ്വയം പെറുപിറുത്തുകൊണ്ട് അവിടേക്ക് വരികയാണ്. രാധികയെ കാണുമ്പോൾ തന്നെ അവരാണെങ്കിൽ ആ ഒരു സംസാരം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ചേച്ചി, ചേച്ചി പോയിക്കോ. അങ്ങനെ രാധിക ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്ത് പറ്റി? മുഖത്താകെ ഒരു വല്ലാത്ത പരിഭ്രമം. എന്താ മോളെ? അവിടേക്ക് മാധവനും വരുന്നുണ്ട്. എന്താ, എന്ത് പറ്റി? നന്ദമോനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ സാധിച്ചോ? എന്താ മോളെ? ദേവികയാണെങ്കിൽ ഒന്നും പറയാനാവാതെ നിന്ന് പരുങ്ങുകയാണ്. അങ്ങനെ ശാരികയ്ക്ക് ഈ ഒരു അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ശാരിക പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും എന്തിനാ ചേച്ചി ഇങ്ങനെ ഇട്ട് ടോർച്ചർ ചെയ്യുന്നത്? ചേച്ചി ഈ വീട്ടിൽ ചടഞ്ഞു കൂടി ഇരുന്നാലേ ഒരു മണ്ഡലത്തിലെ MLA ആണ്. രാവിലെ കല്യാണം, വൈകുന്നേരം മരിപ്പ്, അങ്ങനെ പല കാര്യങ്ങളും, ജനങ്ങളുടെ കാര്യങ്ങളും ഇതൊക്കെ ചേച്ചിക്ക് നോക്കണ്ടേ? അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ ഞാൻ മറുപടി തരാം. ചേച്ചി, ചേച്ചി പോയിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിടുകയാണ്. ശാരി, നീ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അവൾ എന്തോ ടെൻഷനിൽ പോവാണ്. അത് ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? നിങ്ങൾക്ക് എന്തവകാശം? നോക്ക്, ആ ചേച്ചിയായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. ദേ, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് മുതൽ ഞങ്ങൾ അനുഭവിക്കുക. ഇനിയിപ്പോൾ ഇവിടെയുള്ള ഒന്ന് കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ അധികമൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശാരികയെ നോക്കി രാധിക ദേഷ്യപ്പെടുന്നു. ശാരികയാണെങ്കിൽ നിങ്ങളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മാധവൻ വീണ്ടും ടെൻഷനിലാവുക. പിന്നീട് നന്ദനെ മധുരയിൽ വെച്ച് കണ്ട കാര്യം സിദ്ധാർത്ഥനോട് പറയുമ്പോൾ, പിന്നെ അവനിപ്പോൾ മധുരയിലേക്ക് പോവല്ലേ, അത്ര വലിയ ഭക്തിയൊന്നും നിന്റെ മകൻ നന്ദൻ ഇല്ലെന്നിങ്ങനെ സിദ്ധു പറയുകയാണ്. എന്നാലും അവൻ ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുമോ? പിന്നെ ആത്മഹത്യ ചെയ്യാനായിട്ട് അവൻ മധുര വരെ പോണോ എന്നൊക്കെ സിദ്ധാർത്ഥനാണെങ്കിൽ വളരെ കൂളായി ചോദിക്കുമ്പോൾ, അല്ല, നന്ദൻ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് പറയുമ്പോഴും നിങ്ങൾക്ക് യാതൊരു കുലുക്കവും ഇല്ലല്ലോ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെയും ദേവികയുടെയും രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന് കരുതി എൻ്റെ മോനൊരു പ്രാരാബ്ധമായി പോയോ, അല്ലെങ്കിൽ ഒരു ഭാരമായി പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ദേ, താൻ ചോദിക്കുന്ന അതേ ചോദ്യങ്ങളിൽ അതേ രീതിയിൽ എനിക്ക് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല, മിണ്ടിപ്പോവരുത്. ഒരുപാടാകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാവതിയെ വഴക്ക് പറയുകയാണ് സിദ്ധാർത്ഥൻ. പിന്നീട് ദേവികയാണെങ്കിൽ മുരളിയെ ഇട്ട് വെപ്രാളം കൂട്ടുകയാണ്. മുരളിയേട്ടാ, പെട്ടെന്ന് പോ, സ്പീഡിൽ പോ. ഇതെന്താ ദേവി, എവിടേക്ക് പോകുന്നതെന്ന് പറയും. നെടുമങ്ങാട് പോ, അതിനുശേഷം ഞാൻ പറയാം എങ്ങോട്ടാ പോവേണ്ടതെന്ന്. ഇതപ്പം നന്നായത്. ആദ്യമൊക്കെ സ്ലോയിൽ പോയെന്നായിരുന്നു. ഇപ്പോൾ എത്രത്തോളം സ്പീഡുണ്ടോ അത്രത്തോളം പോയെന്ന്. എനിക്ക് ആൾക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ മാക്സിമം സ്പീഡിൽ പോവാൻ നോക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുരളിയാണെങ്കിൽ വണ്ടി പറപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. എന്തായാലും നന്ദനെക്കുറിച്ച് എന്തോ ഒരു അറിവ് ദേവിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.